ഹലോ എവ്രി വൺ. ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, കയ്പ, പച്ചക്കായ, ബീൻസ്, പയർ, ക്യാരറ്റ്, ഇളവൻ, ചേന. ഇതൊക്കെ ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ചേന തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേനയൊക്കെ അരിയുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഇനി ഇതിലേക്ക് ഇളവൻ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, പച്ചക്കായ, കയ്പ, പയർ, ബീൻസ്, മുരിങ്ങക്കായ. അപ്പോൾ അവയിൽ തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. കഷ്ണമൊക്കെ വേകാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം, 3 ചെറിയുള്ളി, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ഇനി സ്വല്പം കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ കറികൾക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കേണ്ട. കഷ്ണങ്ങളൊക്കെ ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരായിരുന്നു, അതുകൊണ്ട് അര കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ നേരം ഇതും കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചട്ടിയുടെ ചൂടിൽ നിന്ന് കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.